ഗർഭകാലത്തെ ഭാര്യ പരിചരണത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞുവല്ലോ. എങ്കിൽ ആ സമയത്തെ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു? ശാരീരിക ബന്ധം നിഷിദ്ധമായ സന്ദർഭങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദർഭങ്ങൾ: ഒന്ന്, സ്ത്രീക്ക് ആർത്തവരക്തമുണ്ടാകുമ്പോൾ, പ്രസവശേഷമുള്ള രക്തമുണ്ടാകുമ്പോൾ, പിന്നീട് ഹജ്ജിനോ ഉംറക്കോ പോവുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ, ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ, ഇതേപോലുള്ള സന്ദർഭങ്ങളിലാണ് ലൈംഗിക ബന്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഗർഭകാലഘട്ടത്തിൽ ലൈംഗിക ബന്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ല. ഗർഭകാലഘട്ടത്തിൽ നടക്കുന്ന ലൈംഗിക ബന്ധം തൻ്റെ ഇണയുടെ സ്നേഹത്തിന് പാത്രമാകുവാൻ സ്ത്രീക്ക് അവസരമുണ്ടാവുകയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ ഉണ്ടായി വരുന്നതിന് കാരണമാവുകയും, അത് ഗുണകരമായ ഫലമുണ്ടാക്കുകയും ചെയ്യും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സന്ദർഭത്തിലുള്ള ശാരീരിക ബന്ധം സ്ത്രീയുടെ ഈ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാകണം എന്ന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നു. എന്തുകൊണ്ടെന്നാൽ അവളുടെ ശരീരത്തിൽ അവളല്ലാത്ത മറ്റൊരു ജീവി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും അവളുടെ ശരീരത്തിനും ഹാനികരമാകാത്ത രൂപത്തിലുള്ള ശാരീരിക വീഴ്ചകളെ അനുവദിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ശാരീരിക ബന്ധം എന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിലുണ്ടാകുന്ന ശാരീരിക വീഴ്ചകളല്ല, പ്രവർത്തനങ്ങളല്ല കുഞ്ഞിനെ ഗുണപരമായി ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായും ശാസ്ത്രീയമായും ഈ സന്ദർഭത്തിലെ ശാരീരിക ബന്ധം വിലക്കുന്നതിന് യാതൊരു അടിത്തറയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.